കഴിഞ്ഞ തവണ ഒരു സാധാരണ പൗരനായിരുന്നു. ഇത്തവണ ഈ പൂരത്തിൽ പങ്കെടുക്കുമ്പോൾ MP ആണ്, തൃശ്ശൂരിന്റെ മന്ത്രിയാണ്. എന്തോ കഴിഞ്ഞ കുറേ വർഷങ്ങൾ, ഏകദേശം ഒരു 4-5 വർഷങ്ങളായിട്ട് തന്നെ പൂരം കണ്ടിട്ടുണ്ട്. പൂരം ടിവിയിൽ തന്നെയാണ്. വെടിക്കെട്ടും എവിടെയോ ദൂരം തരുന്നതിൻ്റെ ശബ്ദം മാത്രമാണ്. ഇപ്രാവശ്യം മറ്റു ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശം പോലെ എവിടെങ്കിലും നിന്ന് എത്രയും അടുത്ത് നിന്ന് അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന അകലത്തിൽ നിന്ന് കാണാനുള്ള ആഗ്രഹമാണ്. ഇതൊരു എന്താണ് തൃശ്ശൂർ സമൂഹം നൽകിയ എല്ലാ ചടങ്ങുകളും ഇത്തരത്തിലൊരു അവസ്ഥ, അതായത് ഒരു MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന അവസ്ഥ പൂരം കാണാൻ കഴിയുന്ന ഏതെങ്കിലും കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്? ഇതിന് മുൻപ് വന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയത്തിലേ വരുമെന്ന് വിചാരിച്ചത്. പൂരപ്പറമ്പിലെ ഈ പൂര ദിവസം ജാതി മത രാഷ്ട്രീയ സംഘടനകളുടെ പോസ്റ്ററും ബാനറുകളും ഒന്നും തന്നെ പാടില്ല, ചെയ്യുന്നത് പാടില്ല. പക്ഷെ അത് ഏതൊക്കെയാണ് അതിൻ്റെ പ്രതലങ്ങൾ, പ്രദേശങ്ങൾ എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കേണ്ടത്. അദ്ദേഹവുമായിട്ട് ഉച്ചയ്ക്ക് കാണുന്നത് സംസാരിച്ചതിന് ശരി പൂരത്തിലെ ചില അവകാശങ്ങൾ, ചില എന്താണ് ഒരിക്കലും നീക്കി വയ്ക്കാൻ പറ്റുന്ന ആചാരവുമായി ചേർന്ന ചില അവകാശങ്ങൾ, ആ ആചാരാനുഷ്ഠാനങ്ങളിലെ അവകാശങ്ങൾക്കൊന്നും ഇതൊരു തടസ്സമാണ്. അല്ലെങ്കിൽ അത് നല്ലതാണ്. ഇത് സമൂഹത്തിൻ്റെ സ്വത്താണ്. ഈ ആഘോഷം സമൂഹത്തിന് നിരക്കുന്നതായ തരത്തിൽ പ്രദർശന നഗരി എന്ന് പറയുന്നത് ഒരുങ്ങി നിൽക്കുന്നത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകുന്നത് നല്ല. അല്ല, ഇതിൽ കൂടുതൽ സാധിക്കുമെന്ന് എല്ലാവരും അറിയുന്ന കാര്യമാണ്. ഏപ്രിൽ 3-ാം തീയതി ലോക്സഭയിൽ പ്രാവശ്യം ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാകില്ല. ഓഗസ്റ്റ് ഞാനിവിടെ വന്ന് പറഞ്ഞതുപോലെ പിന്നീട് പകുതിയല്ല റിംഗ് റോഡ് മുഴുവൻ ജനങ്ങളും നടത്താറുള്ളതിൻ്റെ പരിധി നിശ്ചയിക്കാൻ അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടത്തിൽ അതിൻ്റെ നിർദ്ദേശം നൽകാൻ പോവാണ്. 4-ാം തീയതി പാർലമെന്റ് അതിൻ്റെ നടത്തി 2-ാം തീയതി തീരുമാനമാണ്. അന്ന് രാത്രിയാണ് ഒരു സംസ്ഥാനം വെടിക്കെട്ട 18 തീരുമാനം. കോടതി പരിധി ശക്തി സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് പുതിയ അമെൻമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ്. ഇല്ലാതെ ഉദ്ദേശിച്ചില്ല. ആരും ഇത് കാണാൻ പാടില്ല, ഇത് രസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമമാണ്. സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ചില ഇളവുകൾ പിന്നീട് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ ഇളവുകൾ തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് വരും കാലങ്ങളിൽ ഒരു ശക്തമായ എന്താണ് വളരെ അച്ചടക്കത്തോടെ ഭക്തജനങ്ങളായ ഇതിൻ്റെ ആസ്വാദനമായാലും നല്ലൊരു ഹലോ തീർച്ചയായിട്ടും ഇളവുകൾ കൂട്ടിയെടുക്കാൻ പറഞ്ഞോ. ഞാൻ ഇവിടെ സുരേഷ് ഗോഡ് ബൈറ്റ് എടുത്തോണ്ടിരിക്കും. ഇവിടെ റേഞ്ച് ഇല്ല. കണക്ട് ചെയ്തിട്ടുണ്ട്. നോക്കി നോക്ക്, വരുന്നുണ്ടെങ്കിൽ എടുത്തോ. സ്ത്രീയോട്